ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് ഒന്ന് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങനെ പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ബിഗിനേഴ്സിനൊക്കെ അതാണ് നല്ലത്. അല്ലെങ്കിൽ ഡയറക്റ്റ് പെയിൻറ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ തെറ്റാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇനി ഡയറക്റ്റ് പെയിൻറ് എടുത്ത് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്യണതാണ് നല്ലത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് പെയിൻ്റാണ്. മിക്ക വാളിലും നമ്മൾ കാണാറുള്ളത് ബ്ലാക്ക് വെച്ചിട്ടുള്ള വാൾ പെയിൻറ്റിങ്സ് ആണ്. അത് വൈറ്റ് കളറുള്ള വാളാണെങ്കിൽ പല കളേഴ്സ് വരുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ പല കളറുള്ള വാളുകളാണെങ്കിൽ അതിൽ ബ്ലാക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഞാൻ ഇവിടെ ഫുൾ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരുപാട് ലൂസാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാളിലൂടെ ഒഴുകി വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് പെയിൻറ്റ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ബോർഡേഴ്സൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ പെയിൻറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് സ്മൂത്തായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ മാത്രം ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് ബോർഡേഴ്സൊക്കെ വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇനി ബോർഡേഴ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ അരികിലൊക്കെ വരയ്ക്കാനായിട്ട് പറ്റും. ഇനി ഒരുപാട് ഏരിയ ഉള്ള ഭാഗമാണെങ്കിൽ നമുക്ക് വലിയ ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്.